വെള്ളിക്ക് പൊണ്ടിലക്കം റെക്കോർഡിട്ട വില. നിക്ഷേപിക്കാൻ പറ്റിയത് വെള്ളിയോ? കഴിഞ്ഞ വർഷം ഇതേ ദിവസം 93 രൂപയായിരുന്നു ഒരു ഗ്രാമിന്റെ വില. നോക്കി നിൽക്കെയാണ് സ്വർണ്ണവിലയേക്കാളും മുന്നേ വെള്ളി വില കുതിക്കുന്നത്. ഒരു ഗ്രാം വെള്ളിക്ക് ഇന്ന് കേരളത്തിൽ 121 രൂപയാണ് വില. ഇന്നലത്തെ വെള്ളിവില 118 രൂപയും മെയ് മാസം 18-ാം തീയതി ഒരു ഗ്രാമിന് 97 രൂപയുമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 93 രൂപയായിരുന്നു ഒരു ഗ്രാമിന്റെ വില. 0.13 വർഷത്തിന് ശേഷം ആദ്യമായി ഔൺസിന് $36 മുകളിലേക്ക് ഉയർന്ന വെള്ളിയുടെ വിലയിൽ ശക്തമായ മുന്നേറ്റ പ്രവണതയാണിപ്പോൾ ഉള്ളത്. സിൽവർ ETF നിക്ഷേപങ്ങൾക്ക് പ്രിയമേറുന്നതും വ്യാവസായിക ആവശ്യത്തിനുള്ള വെള്ളിക്ക് ആവശ്യമോറുന്നതുമാണ് വിലയേറുന്നതിന്റെ പ്രധാന കാരണം. പുതിയ ഉയരത്തിലേക്ക്. വെള്ളി വില ഇനിയും പുതിയ ഉയരത്തിലേക്ക് നീങ്ങുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. $37.23 വെള്ളി ഔൺസിന് ഇപ്പോൾ സ്പോട്ട് വ്യാപാരം ചെയ്യുന്നത്. MCX-ൽ ഒരു കിലോഗ്രാം വെള്ളിയുടെ വില 1,09,600 രൂപയാണ്. വെള്ളി തുടർന്നും $37 മുകളിൽ സ്ഥിരതയാർജിക്കുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടെ $50 വില ഉയരാൻ സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2025-ൽ സ്വർണത്തിന്റെ രാജ്യാന്തര വില 43.7% ഉയർന്നത്. ഇതുവരെ വെള്ളിയുടെ വിലയിലുണ്ടായ മുന്നേറ്റം 22.3%. എന്നാൽ സ്വർണ്ണവിലയിലെ തുടർന്നുള്ള മുന്നേറ്റം ഇതേ നിലയിൽ തന്നെയാകണമെന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വെള്ളിയാകട്ടെ വേറിട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. US ഡോളറിന്റെ മൂല്യം കുറയുന്നതും യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം അയയാനുള്ള സാധ്യത തെളിയുന്നതും വെള്ളിയുടെ മുന്നേറ്റം തുടരാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുവെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഒരേ സമയം ഉയർന്നു കാണാറുണ്ട്. അതേസമയം സ്വർണത്തിലുണ്ടാകുന്ന മുന്നേറ്റം അതേപടി വെള്ളിയിൽ പ്രതിഫലിക്കാറില്ല. സ്വർണത്തിലാണ് ആദ്യം മുന്നേറ്റം ഉണ്ടാകാറുള്ളത്, പിന്നീട് വെള്ളി മുന്നേറ്റ പാതയിലെത്തുന്നതാണ് കണ്ടുവരാറുള്ളത്. ബാങ്ക് അക്കൗണ്ടിന്റെ KYC ചട്ടം പുതുക്കി റിസർവ് ബാങ്ക്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകും. പൊതുവെ സ്വർണം പോലെ സുരക്ഷിത നിക്ഷേപ മാർഗമായാണ് വെള്ളിയും പരിഗണിക്കപ്പെടുന്നത്. അതേസമയം വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളി ഉപയോഗിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഈ ലോഹത്തിന് ഡിമാൻഡ് ഉയരാറുണ്ട്. വെള്ളിയുടെ ആഗോള ഡിമാൻഡിന്റെ 50% വ്യാവസായിക ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ളതാണ്. അതേസമയം സ്വർണത്തിന്റെ 10 മുതൽ 15 വരെ % മാത്രമാണ് വ്യാവസായിക ആവശ്യത്തിനായി വിനിയോഗിക്കപ്പെടുന്നത്.